ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ അവസരം തന്ന ഈ സ്കൂളിൽ ഞാൻ നന്ദി പറയുന്നു. ഇതൊരു അവസരം എടുത്ത് തന്നതിന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് സ്നേഹം തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരെ തിരിച്ചറിയുക, അനിയന്മാരെ തിരിച്ചറിയുക, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിലുള്ളവരുണ്ട്, 10, +2 എല്ലാ വിഭാഗത്തിലുള്ളവരുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരാളെ തിരിച്ചറിയുന്നത്, ഒരാളോട് സ്നേഹം തോന്നുന്നത്, ഒരു ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ തലച്ചോറ് അല്ലേ? തലച്ചോറ് വഴിയാണ് എല്ലാം തോന്നിക്കുന്നത്. ശരിയാണോ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്, നിങ്ങൾക്ക് ഓടുമ്പോൾ വയ്യാതാവുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് എവിടെയാ? നിങ്ങളുടെ തലച്ചോറാണ്. അപ്പൊ ഈ തലച്ചോറിനെ നമ്മള് വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കേടുവരുത്തുക. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ കൈ ഞാനിപ്പോ ഈ ലാപ്പ് എടുക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള മൈക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ഉപയോഗിക്കുന്നു, എന്റെ കൈ ഉപയോഗിക്കുന്നു. എന്റെ കൈ ഞാൻ കട്ട് ചെയ്തു, എനിക്ക് അത് അതുപോലെ ചെയ്യാൻ പറ്റുമോ? പഴയതുപോലെ ഇല്ല. അതായത് നമ്മള് ബാൻഡേജ് ചുറ്റും അല്ലെങ്കിൽ കൈ പൊട്ടിക്കഴിഞ്ഞാൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ തലച്ചോറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുറിച്ച് മാറ്റി ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും? നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരാളെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അനിയന്മാരെ, ഏട്ടന്മാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ പറ്റുമോ? ടീച്ചർമാരെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും കഴിയില്ല. അത് നമ്മൾ എങ്ങനെ അതാവും? ഇതെങ്ങനെ ബ്രെയിനെ നമ്മൾ ഇതാക്കും? ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങള് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാം, ഞാൻ കുറച്ച് ടെക്നിക്കലായി യൂസ് ചെയ്യാത്തത് മനസ്സിലാവണല്ലോ. 9ാം ക്ലാസ്സിൽ ചിലപ്പോൾ മനസ്സിലാവും. തലച്ചോറിൽ ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് കേട്ടുണ്ടോ? തലച്ചോറിൽ ന്യൂറോൺസ് ഉണ്ട്, സിനാപ്റ്റിക് നോബ്, അങ്ങനെയൊക്കെ പറയും. അതിനൊന്നും ആവശ്യമില്ല. നമ്മളുടെ ഈ വികാരങ്ങളും, നമുക്ക് സ്നേഹം, മറ്റുള്ളവരുടെ ബന്ധങ്ങളാണ് ഏറ്റവും വലുത് അല്ലേ? അതിലൂടെയാണ് നമ്മളൊരു, ഇപ്പൊ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ, നമുക്ക് സോഷ്യൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കുറെ ബന്ധങ്ങൾ വേണം. എന്നാൽ അല്ല ഒന്നുമില്ല, ഇവിടെ ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ജീവിക്കാൻ പറ്റുമോ? സ്കൂളിൽ വരില്ല, ഒന്നുമില്ല, ഭക്ഷണം കഴിക്കില്ല, പറ്റില്ല. അപ്പൊ ഇതിലെല്ലാത്തിനും വാല്യൂ